പരിസ്ഥിതി ദിനം ആചരിക്കുമ്പോൾ സംസ്ഥാനത്തെ നിലവിലെ ഏറ്റവും വലിയ ആശങ്ക കപ്പൽ അപകടത്തെ തുടർന്നുണ്ടായ കണ്ടെയ്നർ മാലിന്യങ്ങളാണ്. ആശങ്കയില്ലെന്ന് ആശ്വസിപ്പിക്കുമ്പോഴും ഗുരുതര പരിസ്ഥിതി പ്രത്യാഘാതങ്ങൾ കേരളത്തിന്റെ കടലിനെ കാത്തിരിപ്പുണ്ടോ? പ്രതിസന്ധി പരിഹരിക്കാൻ തിരക്കിട്ട ശ്രമങ്ങളാണ് നടക്കുന്നത്. മെയ് 25-നാണ് സംസ്ഥാനത്തിന് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള അപകടമുണ്ടായത്. അപകടത്തിൽപ്പെട്ട കപ്പലിൽ ഉണ്ടായിരുന്നത് 643 കണ്ടെയ്നറുകളാണ്. ഇതിൽ കടലിൽ എത്ര എണ്ണം വീണെന്നതിൽ ഇപ്പോഴും നിശ്ചയമില്ല. 100-നടുത്ത് കണ്ടെയ്നറുകൾ വീണിട്ടുണ്ടാകാമെന്നാണ് നിഗമനം. കേരളത്തിന്റെ വിവിധയിടങ്ങളിലായി കണ്ടെത്തിയത് 59 കണ്ടെയ്നറുകളാണ്. കേടുകൂടാതെ ലഭിച്ചത് 18 എണ്ണം. കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നത് അപകടകരമായ രാസവസ്തുക്കളടക്കമാണ്. ഇതിനോടകം പ്ലാസ്റ്റിക് തിര ആശങ്ക വർദ്ധിപ്പിക്കുന്നു. കൈകാര്യം ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ മാലിന്യം അടിഞ്ഞുകൂടിയതാണ് മാലിന്യ നീക്കത്തിലെ പ്രധാന പ്രതിസന്ധി. മതിയായ സംവിധാനത്തിന്റെ പോരായ്മയും പ്രശ്നമാണ്. തീരത്തടിഞ്ഞ മാലിന്യങ്ങൾക്ക് മുകളിൽ തിര വന്നടിഞ്ഞ് വീണ്ടും മണൽ മൂടിയതും പ്രതിസന്ധി. അപകടത്തിന്റെ ആഴവും വ്യാപ്തിയും പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളും പഠിക്കാൻ പ്രത്യേക സമിതികളെ നിയോഗിച്ചിട്ടുണ്ട്. മുങ്ങിയ കപ്പലവശിഷ്ടങ്ങളും കണ്ടെയ്നറുകളും കണ്ടെത്താൻ ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള ആഴക്കടൽ മുങ്ങൽ വിദഗ്ധരും ഉടനെത്തും. ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ആണ് ഇതിന് നേതൃത്വം നൽകുന്നത്. മൾട്ടി ബീം സർവേ സംവിധാനം ഉപയോഗിച്ച് വെള്ളത്തിൽ മുങ്ങിയ കണ്ടെയ്നർ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ഈ സംരംഭം കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയത്തിന് കീഴിലുള്ള DG ഷിപ്പിംഗ് ആയിരിക്കും നടത്തുക. സംസ്ഥാനത്തിന്റെ കടലിലുണ്ടായ ആശങ്കയകലാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. 24 തിരുവനന്തപുരം.